പ്രൈസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് ഞാൻ പ്രോഗ്രാമായി അവതരിപ്പിക്കുന്നത് ആദിമ ദൈവസഭ നേരിട്ട 10 മതപീഡകളാണ്. ക്രൈസ്തവ സഭ ജനനമെടുത്തത് യെരുശലേമിലായിരുന്നു. ആദ്യ പീഡകൾ ഉണ്ടായത് യെരുശലേമിൽ തന്നെയാണ്. യഹൂദന്മാരും റോമാ ഗവൺമെൻറ്റും ഈ മാർഗത്തിൽ വിശ്വസിക്കുന്നവരെ ഉപദ്രവിക്കുകയും സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്തു. യാക്കോബ് അപ്പോസ്തലനെ ഹെരോദ രാജാവ് വാളിനിരയാക്കി. ഇവരുടെ വിശ്വാസത്തിന് മാറ്റം വരാത്തതിനാൽ റോമൻ ഗവൺമെൻറ് വിവിധ മതപീഡകൾ ചെയ്തു. AD 64 മുതൽ 68 വരെ റോമാ ചക്രവർത്തിയായിരുന്ന നീറോ റോമാ പട്ടണം പുതുക്കി പണിയുവാൻ ആഗ്രഹിച്ചു. ജനങ്ങൾ അതിനെ എതിർത്തപ്പോൾ നീറോ ചക്രവർത്തി രഹസ്യമായി പട്ടണം അഗ്നിക്ക് ഇരയാക്കിയ ശേഷം അത് ചെയ്തത് ക്രിസ്ത്യാനികളാണെന്ന് വ്യാജ പ്രചരണം നടത്തി. ജനങ്ങളുടെ എതിർപ്പ് ക്രിസ്ത്യാനികളുടെ നേരെ തിരിഞ്ഞു. തുടർന്ന് അനേകം ക്രിസ്ത്യാനികളെ പല വിധത്തിൽ കൊന്നു. പത്രോസ്, പൗലോസ് എന്നീ അപ്പോസ്തലന്മാർ കൊല്ലപ്പെട്ടത് നീറോ ചക്രവർത്തിയുടെ 1ാം മതപീഡ കാലയളവിലാണ്. 2ാം മതപീഡ ആരംഭിക്കുന്നത് AD 90 മുതൽ 96 വരെ ഭരിച്ചിരുന്ന ചക്രവർത്തിയായ ഡൊമിഷ്യൻ്റെ കാലത്താണ്. യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസിലേക്ക് നാട് കടത്തുന്നത് 2ാം മതപീഡ കാലത്തിലാണ്. 3ാമത്തെ മതപീഡ AD 104 മുതൽ 117 വരെ ഭരിച്ചിരുന്ന ട്രാജൻ ചക്രവർത്തിയുടെ കാലത്താണ്. ഇഗ്നാത്തിയോസ് എന്ന വിശുദ്ധൻ രക്തസാക്ഷിയാകുന്നത് 3ാം മതപീഡ കാലഘട്ടത്തിലാണ്. AD 138 മുതൽ 161 ഇടയ്ക്ക് പിയൂസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് 4ാമത്തെ മതപീഡയുണ്ടായി. സ്ഫൂർണയിലെ സഭാ ശുശ്രൂഷകനായ പോളികാർപ്പ് എന്ന വിശുദ്ധനെ ചിതയിൽ കിടത്തി ജീവനോടെ ദഹിപ്പിച്ചു. മർക്കോസ് ചക്രവർത്തിയുടെ ഭരണകാലയളവിൽ AD 161 180 വരെയുള്ള ഭരണകാലയളവിലാണ് 5ാമത്തെ മതപീഡ നടക്കുന്നത്. ജസ്റ്റിൻ എന്ന സഭാപിതാവിനെ ചമ്മട്ടിക്കൊണ്ട് അടിച്ച ശേഷം തലച്ഛേദം ചെയ്തു. AD 200 മുതൽ 211 വരെ ഭരിച്ചിരുന്ന സെവറസ് എന്ന ചക്രവർത്തിയുടെ ഭരണകാലയളവിലാണ് 6ാമത്തെ മതപീഡ ഉണ്ടായത്. ആഫ്രിക്കയിലെ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ അഗ്നിക്ക് ഇരയാക്കിയത് സെവറസ് എന്ന ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ്. 7ാമത്തെ മതപീഡ നടക്കുന്നത് AD 235 മുതൽ 237 വരെ ഭരിച്ചിരുന്ന മാക്സീസ് എന്ന ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ്. 8ാമത്തെ മതപീഡ നടക്കുന്നത് AD 250 മുതൽ 253 വരെ ഭരിച്ചിരുന്ന ഡിഷ്യസിൻ എന്ന ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ്. AD 284 മുതൽ ഭരിച്ചിരുന്ന വലേറിയൻ എന്ന ചക്രവർത്തിയുടെ കാലത്ത് 9ാമത്തെ മതപീഡ നടന്നത്. കാർത്തേജിലെ സിപ്രിയൻ, റോമിലെ സെക്സറസ് എന്നീ വിശുദ്ധന്മാരെ വധിക്കുകയുണ്ടായി. ഈ കാലയളവിൽ ഏറ്റവും ക്രൂരവും ഒടുവിലെത്തതുമായ മതപീഡ നടന്നത് AD 303 ഭരിച്ചിരുന്ന ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ കാലത്തായിരുന്നു. ബൈബിൾ കൈയെഴുത്ത് കോപ്പികൾ തീവച്ച് നശിപ്പിക്കുകയും ക്രിസ്ത്യാനികളുടെ പൗരത്വം സംരക്ഷണവും പിൻവലിച്ച് ആരാധനാ സ്ഥലത്ത് വെച്ച് വിശ്വാസികളെ കൂട്ടത്തോട് തീവച്ച് നശിപ്പിക്കുകയുണ്ടായി. മതപീഡകൾ വിശ്വാസികളെ ഒരുമിപ്പിക്കുകയും സഭയിൽ ഐക്യത വളർത്തുകയും ചെയ്തിരുന്നു. രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധന്മാരുടെ രക്തം സഭയ്ക്ക് ആണിക്കല്ലായി തീർന്നു. റോമൻ ചക്രവർത്തിമാരുടെ പീഡനങ്ങൾക്ക് ക്രൈസ്തവ സഭയെ നശിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. മത്തായി 16:18 പറയുന്നത് പോലെ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാനുഷിക ശക്തിക്കും നിയമത്തിനും ദൈവസഭയെ തകർക്കുവാൻ കഴിഞ്ഞില്ല എന്നു മാത്രമല്ല, യെരുശലേമിൽ അടിസ്ഥാനമിട്ട ദൈവസഭകൾ രാജ്യത്തെല്ലായിടവും ഉടലെടുക്കുന്നതിന് കാരണമായി. ആധുനിക കാലഘട്ടവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. വിശ്വാസികൾക്ക് ഉപദ്രവമുണ്ടാകും, എന്നാൽ നാം മരണപര്യന്തം വിശ്വസ്തരായി ജീവിക്കുന്നതിനും അങ്ങനെ നിത്യതയിൽ ജീവകിരീടം പ്രാപിക്കുന്നതിനും നമുക്ക് ഇടയാകും. ഈ പഠനം നമ്മുടെ ആത്മീയ വർധനവിനും നമ്മുടെ അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.